ഒരു ചൈനക്കാരി കൊച്ചിൻ്റെ ആഗ്രഹമില്ലായോ? അതെങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത്? ഈ കാണുന്ന യൂണിഫോം ഷർട്ട് കൊണ്ട് തന്നിട്ടേ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ കാണുന്ന ചൈനീസ് പാറ്റേണിലുള്ള ടോപ്പാക്കി തരുമോ എന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഈ പണ്ടേ ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന സ്വഭാവം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളതങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ അതേ ഈ യൂണിഫോം ഷർട്ടാണ് കേട്ടോ. എനിക്കൊന്നും ആളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ അപ്പോൾ ആളുടെ ഷർട്ട് നമ്മൾ വെട്ടി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് കട്ടിച്ച് അത് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ആക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ വേറൊരു അല്ലെങ്കിലും ഇങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്നേരം കറണ്ട് പോകും. ഇത്രയും ഐശ്വര്യമുള്ളൊരു കുട്ടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ഷർട്ടുണ്ട്. ഒരെണ്ണം ഈ ഒരു പ്ലെയിൻ ഡാർക്ക് കളറാണ്, ഒരു ബ്ലൂ കളറ്. അപ്പോൾ 2 യൂണിഫോമാണ് കേട്ടോ. ആളുടെ യൂണിഫോംസ് രണ്ടുമാണ് നമ്മളിവിടെ കയറി മുറിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജുകാർ കണ്ടെന്നെ ചീത്ത വിളിക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴ് പോർഷൻ കട്ട് ചെയ്തു. ഇത് നമുക്ക് കുഞ്ഞു ലൂപ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമുക്ക് മറ്റേ ഷർട്ടില്ലേ വരയുള്ള ഷർട്ട്, ആ ഷർട്ടിൻ്റെ അകത്തോട്ട് നമുക്കിത് ലൂപ്പുകൾ നോട്ട് എന്താണ്ടൊക്കെയോ ആക്കണം. ആ കൊച്ചെന്താണ്ടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോലെ ആക്കിയെടുത്ത് അതൊന്ന് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഭയങ്കര ആത്മാർത്ഥതയാണ് കേട്ടോ. എനിക്ക് ഈ നോട്ടൊക്കെ കണ്ടപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി. നമുക്ക് ചെയ്യാത്തൊരു കാര്യം ചെയ്യാനൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. അതാണ് എനിക്കും ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യൂരിയോസിറ്റി. അപ്പോൾ എന്തായാലും ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ ആക്കി തീർക്കും. പക്ഷെ ഒന്നും തീർന്നിട്ടില്ല. അപ്പം നമുക്ക് വരുന്ന വീഡിയോ കാണാം.